നന്ദ നന്ദ എന്താ സിദ്ധു? ചന്ദ്രമതിയോട് നീ മോശമായിട്ട് സംസാരിച്ചോ? ഇല്ല. ഇല്ലേ? പിന്നെ ചന്ദ്രമതി എന്നോട് കള്ളം പറഞ്ഞാണോ? അവരങ്ങനെ ഇല്ലാത്ത പറയുന്ന ആളല്ലല്ലോ. അച്ഛാ, ഞാൻ ആന്റിയോട് സംസാരിച്ചു, അത് വാസ്തവാ. മോശമായിട്ടൊന്നും സംസാരിച്ചില്ല, ഉള്ള കാര്യം പറഞ്ഞു. എന്ത് കാര്യാ നീ പറഞ്ഞേ? അവരെന്റെ കൂട്ടുകെട്ടിനെയൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങളിൽ ആന്റി തലയിടാൻ വരണ്ടാന്ന്. ഉപദേശിച്ച് നന്നാക്കേണ്ടത് എന്നെയല്ല, സ്വന്തം മോളെയായിരുന്നു. ഞാൻ വഴിതെറ്റി പോയിട്ടൊന്നുമില്ല, തെറ്റായ രീതിയിൽ പോയത് മീരയായിരുന്നു. സിദ്ധു, തെമ്മാടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് ന്യായീകരിക്കാം. മകളും ഭർത്താവും മരിച്ച് തീരാ ദുഃഖത്തിന്റെ നടുവിൽ നിൽക്കുന്ന സ്ത്രീ അവര്. അവർക്ക് ബന്ധമൊന്നും സ്വന്തമൊന്നും പറയാൻ ആകെ ഉള്ളത് ഇവിടെയുള്ള നമ്മൾ 3-4 പേരാ. ചന്ദ്രോത്തെ ഒരാളുടെ കാര്യത്തിൽ ചന്ദ്രപതി അഭിപ്രായം പറയും ഇടപെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കതിന് അവകാശമുള്ളതുകൊണ്ടാ. നിന്നെ രജനിയൊക്കെ സ്വന്തം മക്കളായിട്ട് അവർ കരുതുന്നേ. ആ വിശ്വാസത്തിലാ അവരിവിടെ വരുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ. മനസ്സിലായോടാ? സിദ്ധു പോട്ടെ, അവൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ഓരോ സമയത്തെയും ദേഷ്യത്തിൽ എല്ലാരും ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ അവസ്ഥ എന്തായിരിക്കും? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ ചന്ദ്രപതി സാക്ഷി പറയാൻ വന്ന എങ്ങനെയാണെന്ന് അറിയാലോ. ത്യാഗരാജന്റെ പീഡനങ്ങൾ സഹിച്ച് ആളറിയാത്ത തരത്തിൽ ജീവൻ പണയം വെച്ചല്ലേ അവർ കോടതി വന്നത്. അന്ന് വലിയ ന്യായങ്ങൾ പറഞ്ഞു ചന്ദ്രമതി അവരുടെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലോ ഞാൻ ഇപ്പോഴും അഴിക്കുള്ളില്ല. ഒരാളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിന് മുമ്പ് പലതും ആലോചിക്കണം. പഴയതൊന്നും മറന്നിട്ടാവരുത് പലതും വിളിച്ചു പറയുന്നത്. ഇനി അഥവാ സത്യമാണെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ പറയാൻ പോകരുത്. ഒരു കാര്യം ഞാൻ പറയാം, ചന്ദ്രമതിയെ നീ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ പോക്ക് ശരിയായ വഴിയിലൂടെ അല്ലെന്നാ.